നമ്മളിന്ന് ഫേവറേറ്റ് മ്യൂസിക് ഏതാണെന്ന് ചോദിക്കാൻ പോവാണ്. ആക്ച്വലി ഞാൻ കാറിനുള്ളിലല്ല, കാറിന് പുറത്താണ്. കാറിനുള്ളിലുള്ളവനോട് തന്നെ ചോദിക്കാം അവൻ്റെ ഫേവറേറ്റ് മ്യൂസിക് ഏതാണ്. അതാരെന്ന് നിനക്കറിയാവോ? ഊറും ബ്ലഡ് 10,000 കൊണ്ട് അച്ചാട് നീ എത്തനയോ വരുത്തങ്ങളെ പാത്ത അത്തനയും വരുത്തുന്നതാ ആക്ക ഡ്യൂടെ ഉന്നെ വിഞ്ചിരവ യാരുമില്ല സെഞ്ചുറി വെച്ച് ജസ്റ്റ് another person എന്ന് പാത്ത വന്തവല്ല ഹിസ്റ്ററിയ കേട്ട അണ്ണന വന്ദന ഊരലറ അണ്ണന വന്ദന പൂമലറ എണ്ണ ചെയ്യ എന്ന വല്ല യാരുമില്ല രാജാതി രാജന രണ രാവണ. ഏതാണ് ഇപ്പോഴത്തെ കറന്റ്ലി ഫേവറേറ്റ് മ്യൂസിക്? ഇപ്പോ എന്റെ അവസ്ഥയിൽ വെച്ച് പറയുകയാണെങ്കിൽ അവസ്ഥ വെച്ച് പറയാം. സിറ്റുവേഷൻ വിട്ടു പോണ അവന്റെ ഉള്ളിന്ന് വരട്ടെ. നീ പറ. രണ്ട് ഫേവറേറ്റ്. ഓക്കെ, 2 ഫേവറേറ്റ് ഉണ്ട്. അപ്പം അപ്പൂനിപ്പോ കറന്റ് 2 ഫേവറേറ്റ് ഉണ്ട്. സിറ്റുവേഷൻ വെച്ചാണ്. അപ്പൊ ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അവന്റെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവും. ബ്രേക്കപ്പ് ആണോ അതോ റൊമാൻസ് ആണോ അതോ ഹർട്ടാണോ അതോ അംബീഷന് വേണ്ടിയുള്ള പോരാട്ടമാണോ കോമ്പറ്റീഷൻ ആണോ? ഒന്ന് സായി അഭ്യങ്കാറിന്റെ ലേറ്റസ്റ്റ് ഇറങ്ങിയ സിനിമ ഏതാ? ഡ്യൂഡോ അതിലെ വിട്ടു പോന വാസല്ലേ ആ പാട്ട്. വിട്ടു പോന വാസലിലെ അതല്ലേ? ഓക്കെ, വേറെ രണ്ടാമത്തെ അത് ഒരു മിനിറ്റ്. അല്ലല്ല ഡ്യൂവാ അല്ല, ഊറും ബ്ലഡ് അതാ മറ്റൊരു സിനിമ അല്ലേ? ഏതാ സിനിമ എന്ന് പറ. അത് അറിയിക്കുന്നത് ഡ്രാഗൺ സിനിമ. അത് എന്താണ് ബ്രോ ഹൃദയപൂർവ്വത്തിൽ എത്തിയ? അത് റൊമാൻസ് അല്ല, ഇത് ഇമോഷണൽ ഡാമേജ്. ഇമോഷണലാ ഇമോഷണൽ സോങ് ആണോ മ്യൂസിക് ആണോ? മറ്റേ ഓക്കെ, അത് പിന്നത്തേക്ക് വെക്കാം. കേൾപ്പിക്കാ, ഫോൺ എടുക്കാം. ഓക്കെ, അതൊക്കെ വെച്ച് വരുന്ന നമ്മൾ കോപ്പിറൈറ്റ് അടിക്കണം. എന്തിനാണ് ബ്രോ? അവൻ കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ കട്ട് കേൾപ്പിക്കാം. അപ്പൊ അവനിപ്പോ നമ്മൾ പാട്ട് കേൾപ്പിച്ചിട്ടുണ്ട്. ഡ്രാഗന്റെ അകത്താണ് ഒരു നൊടിയിൽ കാതൽ നെഞ്ചയോടെ തായടി. അവന്റെ നെഞ്ചാരം ഉടച്ചിട്ടുണ്ട്. ഉടച്ചതാണോ വാർത്താണോ എന്നൊക്കെ നമുക്ക് പിന്നീട് അറിയാം. ഓക്കെ, അടുത്തായിട്ട് ആരായിരിക്കും ഫേവറേറ്റ് സോങ് നമുക്കിപ്പോൾ അറിയാനുള്ളത്? നമ്മുടെ അച്ഛൻ്റെ ഫേവറേറ്റ് സോങ് ഏതാണെന്ന് അച്ഛന് പറയാൻ പോവാണ്. ഞാൻ പിടിക്കാം, വേണ്ട. ഓക്കെ, ഫ്ലേവറേറ്റ് അല്ല മുന്നേ, ഫേവറേറ്റ്. എൻ്റെ പെണ്ണ് വിളിക്കുന്നുണ്ട്. നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ അച്ഛൻ്റെ ഫേവറേറ്റ്. ഓ മൈ ഗോഡ്, അപ്പോഴേക്കും പോസിടാൻ തുടങ്ങി. ഫേവറേറ്റ് സോങ് ഏതാണെന്ന് പറയാൻ പോണേ. നേരത്തെ ഒരുത്തിന് 2 ഉണ്ടായിരുന്നു, ഇവനിപ്പം 10 കാണും. കാരണം അങ്ങനെയാണെ പറ. കറന്റ് ഫേവറേറ്റ്, ഓൾ ടൈം ഫേവറേറ്റ് ഏതാ? ഫ്ലേവറേറ്റ് അല്ല കുട്ടാ, ഇഷ്ടപ്പെട്ടത് അതാണ് പറഞ്ഞാൽ മതി. പോടാ. ഏറ്റവും ഇഷ്ടപ്പെട്ടത് അന്നും ഇന്നും ഒന്നും. RCBയുടെ സോങ് ആണോ? വണ്ണോ ഒരു തീല ചൊല്ലെടുത്ത് ഞാൻ പറയാം. ഇപ്പൊ അതെല്ലാടെ ഹൃദയത്തിൽ ടച്ച് ചെയ്യും. അതൊന്നും പറയല്ലടാ, ഞാൻ പറയട്ടെ. ഞാൻ പറയാൻ പോവാണ്. ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എടാ മോനെ, ലാഗ് അടിപ്പിച്ചു കഴിഞ്ഞാൽ അവരിറങ്ങിപ്പോവും. വേഗം പറ. അത് ചുമ്മാ ഉള്ളിന്ന് വന്നൊന്നും അല്ല. ഇന്നേതോ പെണ്ണിനോട് സംസാരിച്ചു, അതിനാണ്. കൽബിനകമേ. നാളെ നീ വേറെ പാടൂല്ലേ വീരഗാനം? കൽബിനകമയാണോ ശരിക്കും? ഉള്ളി തട്ടിപ്പറ. കൽബിനകമേ കബ പണിതേ അതിലുള്ള സ്വതായി നീയും വിരിഞ്ഞേ പോയിടേ റുഹ് പിടഞ്ഞേ
പകലിരവുകളുടെ റബ്ബ് ഇഹപരമൊടുത്തുണ റബ്ബ് ഉടലിനുടയോൻ റബ്ബ് റബ്ബോടുന്നെൻ ഹുബ്ബ് ആ ആ നിനക്ക് അഭിനയിക്കാൻ അറിയത്തില്ല എന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി. ഇനിയിപ്പോ നമ്മളോട് ചോദിക്കേ, നമ്മൾ പറയില്ലേ ഏതാ ബസ് സോങ് എന്ന്. കാന്താരിയോടാണ് എന്റെ പണയം. അങ്ങനൊന്നുമില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് കറണ്ട് സിനേറിയോയിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറയുന്നത് ഒന്ന് ചിന്തിക്കേണ്ടി വരും. ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയത് സിനിമയിൽ ആക്ച്വലി എനിക്ക് ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ ബൈസൺ എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ട് ഇഷ്ടമാണ്. പക്ഷെ അതിൻ്റെ ട്യൂണ് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇതിപ്പോൾ പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഉന്നത്താന പാത്ത് കാത്തിരിക്കാനെഞ്ചോയെങ്കിരിക്കേ ഇതും എനിക്ക് ഇഷ്ടമാണ്. ഇടയ്ക്ക് കയറി സംസാരിക്കില്ല മോനെ. സാമ നന്നായിട്ട് പറഞ്ഞു കഴിച്ചു. നമ്മളാണ് തെറ്റിച്ചത്. നമുക്ക് പിന്നെ അന്നും എന്നെ വിട്ട് ഉയിർ പോണാലും ഉന്നെ വിട്ട് ഞാൻ പോമാട്ടേ ജന്മം പല എടുത്താലും ഉന്നെ ആർക്കും തരമാട്ടേ. അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എല്ലാവർക്കും ഇഷ്ടമാണ്. ശ്രീറാമിന്റെ എല്ലാ പാട്ടും നമുക്ക് ഇഷ്ടമാണ്. ഇപ്പൊ പുതിയതായിട്ട് സായി ബംഗാർ, അനിരുദ്ധ് രവിചന്ദ്രൻ എല്ലാം ഇഷ്ടപ്പെട്ടു വരുന്നുണ്ട്. ഇടയ്ക്ക് യുവാൻ ശങ്കർ രാജയുടെ ആരാരോ പാട ഇങ്ക് തായുമില്ലേ അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് ആരുടെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ആരുടെയാണ് ഒന്ന് പറയാം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗായ്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പറയടാ അങ്ങോട്ട്. ഇവരെ കാണുന്നുണ്ടോ അറിയില്ല, എന്റെ മാത്രമേക്ക് മെയിൻ ആയിട്ട് കാണുന്നുണ്ടാവും. പറഞ്ഞോ. അവൻ മെയിൻ ആണെന്ന് അവനൊരു വിചാരമുണ്ട്. അത് തീർത്തെടുത്തേക്ക് കമന്റിൽ കാണാം. അപ്പൊ ബൈ കമന്റ് ബോക്സിൽ കാണാം. എന്നെ ഒന്നും തെറിവിച്ചേക്കല്ലേ പറ. പാപമാണ് അവൻ ചെയ്യുന്നതെല്ലാം. വിളിച്ചോ നിങ്ങൾ? എന്തുകൊണ്ട് വിളിച്ചോ?